ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് വി മീൻ കോക്കിന്റെ മിനി എഫിന്റെ സെക്കൻഡ് പാർട്ടാണ്. ജിമിനെ കണ്ടിട്ട് ജെയ്ക്ക് ഒരുമാതിരി ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ്. ഇവർ രണ്ടുപേരും ക്ലോസ് ആയി നിൽക്കുന്നത് കണ്ടിട്ട് തയാങ്കാണ് ജലസിന്റെ ഉച്ചഘട്ടത്തിൽ നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ജെയ്ക്കയുടെയൊക്കെ ക്ലാസ് റൂമാണ്. പ്രൊഫസർ ആണെങ്കിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. മൂന്നുപേരും കൂടെ ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ഇരിക്കുവാണ്. ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണെന്നും പറഞ്ഞിട്ട് ജെയ്ക്കാണ് ക്ലാസ് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഫുൾ ജിമിന്റെ ചിന്തകളൊക്കെ ആയിട്ട് ചെറുക്കൻ ഒരുമാതിരി മെറസലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തയാങ്കാണെങ്കിൽ ജിമിനും ജെയ്ക്കയും കൂടെ ക്ലോസ് ആയത് കണ്ടപ്പോ തൊട്ടേ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ രണ്ടുപേരും സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് യോഗിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട്, ജെയ്ക്കെ എന്തുവാ നീ കുറെ നേരമായിട്ട് ആലോചിക്കുന്നത്? ഒന്നുമില്ലടാ. ഒന്നുമില്ലെന്നൊന്നും പറയണ്ട, നീ എന്തോ ആലോചിക്കുന്നുണ്ട്, അത് നിന്റെ മുഖം കണ്ടാലേ അറിയാം. ഡാ, അത് പിന്നെ ഞാൻ മറ്റവനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. ഏത് മറ്റവൻ? നമ്മൾ രാവിലെ കണ്ടില്ലേ അവൻ. നിന്റെ വരാന്ത വെച്ച് കിസ് അടിച്ചു വിട്ടായിരിക്കണ യോങ്കി? അല്ലടാ, അവനെ കുറിച്ച് നീ എന്താ ആലോചിക്കാനാ? യോങ്കി, ജെക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ മാസ്സായിട്ടൊരു സീനിയർ അല്ലേ. ഞാൻ എന്നെ പബ്ലിക്കായിട്ട് അത് വരാന്ത വെച്ച് കിസ് അടിച്ചിട്ട് ഞാൻ അവനെ ഒന്നും ചെയ്തില്ലെങ്കിൽ അതെനിക്കൊരു ഷെയിമല്ലേ? എന്നും പറഞ്ഞാൽ നീ ഇപ്പൊ എന്താ അവനെ തിരിച്ച് കിസ് അടിക്കാൻ പോകണോ? അടിക്കണം. എന്ത്? അതല്ലടാ, എന്നെ കിസ് അടിച്ചതിന് പകരം അവനൊരു പണിഷ്മെന്റ് കൊടുത്താലോ ഞാൻ ആലോചിക്കുന്നു. അത് പോടാ ജെക്കെ, ആ ചെറുക്കൻ നിന്നെ ആള് മാറി കിസ് ചെയ്താന്ന് അവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലായത്. പിന്നെ നിനക്ക് എന്ത് ഷെയിം വരാനാ? ഇന്ന് അവൻ എന്നെ കിസ് അടിച്ചിട്ട് ഞാൻ അവന് പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ നാളെ എന്റെ പുറകെ നടക്കുന്ന ജൂനിയേഴ്സ് ഉണ്ടല്ലോ, അതായത് എന്നോട് ക്രഷ് ഒക്കെ ഉള്ള അവര് വീണ്ടും അത് കണ്ട് ചെയ്താലോ? ആഹാ, എന്നാ പൊളിച്ചു ജെക്കെ, രാജയോഗം അതിനൊക്കെ. ഡെയിലി ഒരു കിസ് കിട്ടും. അപ്പൊ യോങ്കി, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. അവൻ എന്നെ കിസ് ചെയ്തിട്ട് ഞാൻ അവന് പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് കോളേജിൽ അതൊരു ഷെയിമാണ്. ജെക്കെ സീനിയർ അവനെ വെറുതെ വിട്ടെന്ന് എല്ലാരും പറയത്തില്ലേ? ഒന്ന് പോടാ, ചെറുക്കൻ നിന്നെ അറിയാതെ കിസ് ചെയ്താണ്, അതെല്ലാവർക്കും മനസ്സിലായതാണ്. പിന്നെ നിന്നെ കുറിച്ച് ആരെന്തോർക്കാൻ വേണ്ടിയാണ്? ജൂനിയർ അല്ലേടാ, പോട്ടറാ. അതല്ലടാ, അവൻ എന്നെ കിസ് ചെയ്തിട്ട് അവൻ പെട്ടെന്ന് അവനെ പേടിച്ച് സോറി സീനിയർ എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലോട്ട് ഓടിപ്പോയില്ലേ? ഓടിപ്പോയിട്ട് അവൻ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിലുണ്ടല്ലോ എന്തോ എന്നോട് അവന് പറയാനുണ്ട്. അവന്റെ ആ കണ്ണുണ്ടല്ലോ, കണ്ണ്. എന്താ ചെക്കെ, അവന്റെ കണ്ണി വല്ല സ്പാർക്ക് അടിച്ചോ? അതല്ല, അവന്റെ കണ്ണി ഭയങ്കര അഹങ്കാരടാ. സീനിയറാന്നുള്ളൊരു ബഹുമാനക്കുറവ്. അതുകൊണ്ട് അവനൊരു പണിഷ്മെന്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. ശരിയാ ശരിയാ ശരിയാ, അവന്റെ കണ്ണി ഭയങ്കര അഹങ്കാരം, അവനൊരു പണിഷ്മെന്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. ശരി ശരി, മനസ്സിലാകുന്നുണ്ട് ജെക്കെ. ഇങ്ങനെ യോങ്കിയും ജെക്കയും തമ്മിൽ ജിമിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തയാങ്ക് ഒരു അക്ഷരം പോലും പറ്റുന്നില്ല. ജെക്കെ ഇങ്ങനെ ജിമിന്റെ കാര്യം വീണ്ടും വീണ്ടും പറയുന്ന കേൾക്കുമ്പോഴേക്കും തയാങ്കിന് ഭയങ്കര ദേഷ്യമായിട്ട് ജെക്കിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് ഭയങ്കര സങ്കടമുണ്ട്, ഭയങ്കര സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് എന്റെ ചുറ്റിനും സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ ചെറുക്കൻ ഭയങ്കര സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ടൈം സ്കിപ്പായിട്ട് പീരീഡ് കഴിഞ്ഞ് ബെല്ല് അടിച്ച് പ്രൊഫസർ പോയി. നെക്സ്റ്റ് ഇന്റർവെൽ ആണ്. ജെക്കയോടെ തന്നെ ചാടി നിന്നിട്ട്, ഡാ വന്നേ, നമുക്കൊരു സ്ഥലം വരെ പോവാം. എവിടെ പോവാനാടാ? എടാ വരാൻ പറഞ്ഞാ വന്നോണം, എവിടെ പോവാനെന്നൊക്കെ ചോദിക്കുന്ന എന്തിനാ? എനിക്കറിയാം, നിന്റെ സ്പാർക്കിനെ കാണാൻ പോകാനല്ലേ, ബാ ബാ എന്നും പറഞ്ഞിട്ട് യോങ്കി എഴുന്നേറ്റ് നേരെ ജേക്കയോട് ചെല്ലും. പക്ഷെ തയാങ്ക് ഒന്നും ഇറങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. തയാങ്ക് വരാതെ ഡെസ്കിൽ തന്നെ ഇരിക്കുന്ന കണ്ടതും ജേക്ക തിരിച്ചു നിന്നിട്ട്, തയാങ്കേ, നിന്നോട് കൂടെ വിളിച്ചത്, വാടാ. അത് പിന്നെ ഞാൻ വരുന്നില്ല ചെങ്കുക്ക, നിങ്ങളോടെ പോയിട്ടോ. നീ വരുന്നില്ലെന്നാ? നിനക്കെന്ത് പറ്റി? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാണല്ലോ, ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. എന്ത് പ്രശ്നം? എനിക്കാണെങ്കിൽ ഭയങ്കര തലവേന, നിങ്ങളോട് പോയിട്ടോ. തലവേനയാ? ഹോസ്പിറ്റലിൽ എല്ലാം പോണം എന്ന് പറഞ്ഞ് നേരെ ജെക്കെ വന്നിട്ട് തയാങ്കിന്റെ തലയിലൊക്കെ കൈയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും താങ്ക് പതുക്കെ കൈ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട്, ഇല്ല എങ്കുക്ക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ചു നേരം ഡെസ്കിൽ കിടക്കട്ടെ. എന്ത്, ഒറ്റയ്ക്ക് കിടക്കാനോ? ഞങ്ങളില്ലാതെ? അത് വേണ്ട വേണ്ട, നീയും കൂടെ വന്നുവെച്ചാൽ മതി. നീ എന്റെ മുത്തല്ലടാ, നീ ഇല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? നീ വാ എന്നും പറഞ്ഞ ജെക്കെ നേരെ നമ്മുടെ തയാങ്കിന്റെ കൈ പിടിച്ച് വലിച്ചോണ്ട് മൂന്നുപേരും കൂടെ പോയി നിൽക്കുന്നത് ജിമിന്റെ ക്ലാസിന്റെ വരാന്തയിലാണ്. ഇവരെ മൂന്നുപേരെയും വരാന്തയിൽ കണ്ടതും ജൂനിയേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. കാരണം രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാരും കണ്ടയാണല്ലോ. ജെക്കെ നേരെ നടന്നങ്ങോട്ട് നിന്നിട്ട് വരാന്ത നിൽക്കുന്ന ഒരു ചെറുക്കൻ്റെ അടുത്തേലും, ഡാ നീ ക്ലാസ്സിലാണോ? അതേ സീനിയർ. ആ ഫസ്റ്റ് ബെഞ്ച് മൂന്നാതിരിക്കുന്നവർക്കല്ലേ, നീ അവൻ്റെ അടുത്ത് നിന്നിട്ട് പുറത്തോട്ട് വരാൻ പറ. ജെക്കെ സീനിയർ വിളിക്കുന്നെന്ന് പറ. ചെല്. ആരാ സീനിയർ? ജിമിനാണ്. നീ അവനോട് എന്നിട്ട് പുറത്തോട്ട് വരാൻ പറ.
ശരി സീനിയർ എന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കൻ നേരെ നടന്ന് ജിമ്മിന്റെ അടുത്തോട്ട് പോകും. ഇതേ സമയം ജിമ്മിനൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് പേടിച്ച് വരണ്ടിരിക്കുകയാണ്. കാരണം പിള്ളേർക്ക് പറഞ്ഞ് ഇവര് 3 പേരും ഭയങ്കര കലിപ്പാണ്. നീ സീനിയറെ കിസ് ചെയ്തേല്ലേ, സീനിയർ എന്തെങ്കിലും പണി തരാതിരിക്കത്തില്ല, ഉറപ്പായിട്ട് എന്തെങ്കിലും പണി കിട്ടുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാരണം ജിമ്മിൻ പേടിച്ച് ഇന്റർവെല്ലായിട്ട് ക്ലാസ്സിന് പുറത്തു പോലും ഇറങ്ങാൻ നടത്തിനിരിക്കുകയാണ്. ഹോബി എനിക്ക് പേടി വരുന്നടാ, ഏത് സമയത്താന്ന് അറിയത്തില്ല എനിക്ക് അങ്ങനെ കിസ് ചെയ്യാൻ തോന്നിയത്. എനിക്ക് പേടി വരുന്ന എന്നെ വല്ലോം ആകുമെല്ലാം ചെയ്യുവാടാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്താണ് ആ ഫ്രണ്ട് അങ്ങോട്ട് കണ്ടിട്ട്, ജിമിൻ നിന്നെ ജെ.കെ. സീനിയർ വിളിക്കുന്നു, പുറത്തോട്ട് എല്ലാം പറഞ്ഞു. എന്ത് ജെ.കെ. സീനിയർ വിളിക്കുന്ന പറഞ്ഞ ജിമിൻ പേടിച്ച് വരണ്ട് പുറത്തോട്ട് നോക്കുമ്പോഴേക്കും ഡോറിന്റെ അവിടെ തന്നെ ജെ.കെ. കലിപ്പിച്ചിങ്ങനെ ജിമിനെ നോക്കി നിൽക്കാണ്. യൂങ്കിയും തയാങ്കും മാറി അവിടെ അപ്പുറത്ത് നിൽക്കുന്നു. ഇത് കണ്ടിട്ട് ജിമിന് പേടി വന്നിട്ട് വയ്യ. ഹോബി എനിക്ക് പേടി വരുന്നടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അവര്, നീ കൂടെ എന്റെ കൂടെ വാടാ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഹോബിയുടെ കൈ പിടിച്ച് നേരെ വലിച്ചുകൊണ്ട് ജെ.കെ. എടുത്തേലോ. ഹോബിയുടെ കൈ പിടിച്ചോണ്ട് വരുന്ന കാണുമ്പോഴേക്കും ജെ.കെക്ക് ഒരുമാതിരി കലിപ്പാണ്. രണ്ടുപേരും കൂടെ പേടിച്ച് നേരെ ജെ.കെയുടെ മുന്നിൽ വന്നിരുന്നതും ജിമിൻ സീനിയർ സോറി സീനിയർ. ഞാൻ നിന്നെ മാത്രമല്ല വിളിച്ചുള്ളൂ, പിന്നെ ഇവനേതാ ഒരു പാല്, ബെഞ്ചിന്ന് വരാന്ത വരെ വരണമെങ്കിൽ നിനക്ക് കൂട്ട് വേണം. അത് പിന്നെ സീനിയർ എന്റെ ഫ്രണ്ട് മോനിപ്പോ അകത്ത് വരുന്നു. ഇത് വേറെ സീന, ഈ സീനി ഫ്രണ്ട് ഇല്ല, വിട്ടോ. ഹോബി അകത്ത് പൊക്കോളാൻ പറയുന്ന കേട്ടതും ജിമ്മിന് പേടി വന്നിട്ട് ഹോബിനെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് തന്നെ പോകല്ലേടാ ഹോബി, ഞാൻ എന്ത് ചെയ്യാനാ, പോകുക എന്നുള്ള രീതി രണ്ടുപേരും മുഖ എക്സ്പ്രഷൻ കൊടുത്തിട്ട് ഹോബി പതുക്കെ നടന്ന് ബെഞ്ചിൽ പോയിരിക്കും. ജിമ്മിനാണ് ഹോബി പോകുന്നത് നോക്കി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ് പേടിച്ച്. ഹേ ഇവിടെ ജിമ്മിനോട് തന്നെ പതുക്കെ പേടിച്ച് തിരിഞ്ഞിട്ട്, സീനിയർ സോറി സീനിയർ, ഞാൻ അറിയാതെ ആള് മാറി, എന്റെ ഫ്രണ്ടാന്ന് വിചാരിച്ച് ബർത്ത്ഡേ വിഷയം വന്നപ്പം ആള് മാറി ഹഗ് ചെയ്തേ സീനിയർ സോറി. അത് ശരി, അപ്പൊ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് ഹഗ് ചെയ്ത് കിസ് ചെയ്താണോ വിഷ് ചെയ്യുന്നത്? ഫ്രണ്ടാണോ അതോ ബോയ് ഫ്രണ്ടാണോ? അല്ലല്ല ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻ. ഇങ്ങനെ ജിമിനും ജെക്കും കൂടെ സംസാരിക്കുന്ന തൊട്ടടുത്ത് നിന്ന് യോങ്കിയും തയാങ്ങും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തയാങ്ങിനാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഇറിറ്റേഷൻ, ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരുമാതിരി മൂഡ് ഓഫും സങ്കടം എല്ലാം കൂടെ വന്നിട്ട് ഇവൻ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യോങ്കിക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി, ജെക്കെ വെച്ച് ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ട് യോങ്കി ഭയങ്കര ഹാപ്പി ആയിട്ട് തയാങ്ങിനെ നോക്കി സീനിയർ സോറി സീനിയർ, ഞാൻ അറിയാതെ ചെയ്ത പ്ലീസ് സീനിയർ. അതൊക്കെ എനിക്ക് മനസ്സിലായി, നീ ആള് മാറി എന്നെ കിസ് ചെയ്തയാന്നൊക്കെ, പക്ഷേ എന്നാലും എന്നെ ഒരാൾ വന്ന് അറിയാതിടിച്ചാ പോലും ജെക്കെ വെറുതെ വിടത്തില്ല. അപ്പം പബ്ലിക്കായിട്ട് അതും വരാതെ വെച്ച് എന്നെ ഹഗ് ചെയ്ത് കിസ് ചെയ്ത ചെറുക്കനെ ഞാൻ വെറുതെ വിട്ട ഈ കോളേജിൽ പിള്ളേരൊക്കെ എന്നെ എന്ത് പറയും? അതെനിക്കൊരു ഷെയിമല്ല സീനിയർ, പ്ലീസ് സീനിയർ, ഒരു പ്രശ്നത്തിന് വരത്തില്ല, ഞാൻ സീനിയറിന്റെ മുന്നിൽ പോലും ഇനി വരത്തില്ല സീനിയർ, പ്ലീസ് ഒരു വട്ടത്തേക്ക് എന്നോട് ക്ഷമിക്ക് പ്ലീസ്. ഓ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നിന്റെ പേരെന്താ? ജിമിൻ. ജിമിൻ, പാർക്ക് ജിമിൻ. ജിമിൻ ഇങ്ങനെ പേടിച്ചൊരുമാതിരി ടെൻഷനായിട്ട് നിൽക്കുന്ന കണ്ടത് ജെക്കെക്ക് ചിരി വരും. ശരി, നിനക്കിപ്പം എന്ത് പണിഷ്മെന്റ് തരാം? ഗ്രൗണ്ടിന് ചുറ്റും ഓടിക്കട്ടെ? അയ്യോ സീനിയർ പ്ലീസ് സീനിയർ. അല്ലെങ്കിൽ വേണ്ട, ഭയങ്കര വെയില, നിന്റെ സുന്ദരമായ മുഖമൊക്കെ വെയിലടിച്ചിട്ട് വേണ്ട, അത് വേണ്ട. അതോ കോളേജിൽ എല്ലാവരും വെച്ച് നിന്നെക്കൊണ്ട് സോറി പറയിക്കണ? അയ്യോ സീനിയർ പ്ലീസ് സീനിയർ. അല്ലെങ്കിൽ അത് വേണ്ട, കാരണം നീ പെട്ടെന്ന് ഫേമസ് ആവും. രണ്ടാമത്തെ കാര്യം കോളേജിൽ ഫുള്ള് നീ എന്നെ കിസ് ചെയ്ത കാര്യം അറിഞ്ഞാൽ എനിക്കല്ല അതിന്റെ നാണക്കേട്, അപ്പൊ അത് വേണ്ട. ഇങ്ങനെ പറഞ്ഞു ജെക്കെ പതുക്കെ ജിമ്മിന് ക്ലോസ് ആയി വരുവാ. ജിമ്മി പേടിച്ച് വരാതെ തന്നെ പുറകോട്ട് നടക്കും. സീനിയർ പ്ലീസ് സീനിയർ സോറി സീനിയർ. പിന്നെ എന്ത് പണിഷ്മെന്റ് തരും? ജിമ്മിനാണെ പേടിച്ച് പുറകെ നടന്ന് നേരെ ഭിത്തിയിലോട്ട് ചേർന്ന് അങ്ങ് നിൽക്കും. ജെക്കെ നേരെ ഫ്രണ്ട് വന്ന് നിന്നിട്ട് 2 കൈയും ഭിത്തിയുടെ അപ്പുറം ഇപ്പുറം വെക്കും. ജെക്കയുടെ 2 കൈയുടെ നടുക്കാണ് ജിമ്മി പേടിച്ച് വരണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. നീ എന്നെ കിസ്സല്ലേ ചെയ്തത്? ഞാൻ നിന്നെ ബാക്ക് ചെയ്താലോ? ഇത് കേട്ട ജിമ്മി ഭയങ്കര ഷോക്കായിട്ട് കൈ എടുത്ത് വായി പൊത്തിട്ട് വേണ്ട സോറി സീനിയർ, വേറെ എന്തെങ്കിലും പ്ലീസ് സീനിയർ. ഇവനിങ്ങനെ പേടിച്ച് വരേണ്ട നിൽക്കുന്ന കണ്ടിട്ട് ജെക്കെക്കാണ് ചിരി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ജെക്കെക്ക് ജിമ്മിനോട് ഒരു ദേഷ്യമില്ല, വെറുതെ അവനെ ഒന്ന് കാണാൻ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ട് ഇല്ലാത്ത ദേഷ്യം ഉള്ള പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോഴേക്കും നമ്മുടെ തയാങ്കിനാണ് സങ്കടം വന്നിട്ട് വയ്യ. അവന്റെ ഹാർട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര പെയിൻ ആയിട്ട് ഒരുമാതിരി സങ്കടപ്പെട്ട് മുഖമൊക്കെ ചുമന്നിങ്ങനെ ജെക്കനെ ഒരുമാതിരി സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. ഞാനുള്ളപ്പോ നീ എന്തിനാടാ അവന്റെ പുറകെ ഇങ്ങനെ പോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ ആ കണ്ണിൽ എന്തൊക്കെയോ പറയാനുണ്ട്. ഭയങ്കര സങ്കടപ്പെട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ്. ഇങ്ങനെ തയാങ്ക് സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടതും യൂങ്കി കൊണ്ടാണ്, ഏയ് തയാങ്ക്, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ജെക്കയുടെ ഭാഗത്ത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ?
എന്താ യോങ്കി? അത് പിന്നെ നീ നോക്കി, അറിയാതെ വന്നിടിച്ച് കിസ്സടിച്ചൊരു ചെറുക്കനോട് ദേഷ്യത്തിൽ പെരുമാറുന്ന പോലെയാണോ ജെക്കെ പെരുമാറുന്നത്? മറ്റെന്തോ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? നമ്മുടെ ജെക്കെ ഇങ്ങനെയാണോടാ? അറിയാതെ വന്നിടിക്കുന്നവന്റെ പോലും മുഖം ഇടിച്ച് പരിപ്പിളക്കുന്ന ചെറുക്കനാ. അതും ഇങ്ങനെ പബ്ലിക്കായിട്ട് ഹഗ് ചെയ്ത് കിസ് ചെയ്ത ചെറുക്കനോടുള്ള കലിപ്പില് അവൻ പറഞ്ഞതുപോലെ അവനൊരു പണിഷ്മെന്റ് കൊടുക്കാൻ വന്നിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നില്ലല്ലോ. മറ്റെന്തോ ഒരു ഫീലിങ്സ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജെക്കെ ലവ്സിൽ വീണെന്നാ എനിക്ക് തോന്നുന്നത്. നീ തന്നെ നോക്കൂ, അവൻ നോക്കാത്ത സമയത്ത് ജെക്കെ ഇരിക്കുന്നുണ്ട്, അവൻ നോക്കുമ്പോ പെട്ടെന്ന് മുഖം കലിപ്പാക്കുന്നത് കണ്ട. ജെക്കയുടെ യോഗ. എനിക്ക് തോന്നുന്നത് ഇവൻ നമ്മുടെ ജെക്കനെ കൊണ്ടേ പോത്തുള്ളൂന്ന്. ഇത് കേട്ടിട്ടാണ് തയാങ്ക് ഒരു അക്ഷരം പോലും മിണ്ടാതെ സങ്കടം വന്നിട്ട് വയ്യ. അവന്റെ കണ്ണിന്റെ മുന്നിൽ ഒന്നാതെ ജെക്കയും ജിമിനും കൂടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് അവന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് യൂങ്കി പറയുന്നത് ജെക്കയ്ക്ക് എന്തോ ഫീലിങ്സ് ഉണ്ടെന്ന്. ഇത് കേട്ടിട്ടാണെങ്കിൽ തയാങ്കിന് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നെഞ്ചിലാണെങ്കിൽ എന്തോ കത്തി വെച്ച് കുത്തുന്ന പോലെ വേദന എടുത്തിട്ട് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മൂക്കൊക്കെ ചുമന്ന് ഒരു 10 മിനിറ്റും കൂടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറുക്കന് ഉറപ്പായിട്ടും പൊട്ടിക്കരഞ്ഞു പോകും. അവൻ എങ്ങനെങ്ങാനും കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അവൻ എന്തോ ഫീലിങ്സ് ഉണ്ട് ജെക്കയോടെന്ന്. ഉടനെ തയാങ്ക്, അത് പിന്നെ യോങ്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഹെഡ് പെയിൻ കൊണ്ട് വയ്യ, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് മുഖമൊക്കെ വിസ് ചെയ്ത് ബാത്റൂമിൽ പോയിട്ട് വരാം, ഞാൻ ക്യാൻറ്റീനിൽ കാണാം, നീ ചെക്കനെ വിളിച്ചിട്ട് വന്നേക്ക് എന്ന് പറഞ്ഞിട്ട് നേരെ തയാങ്ക് അവിടെ നിന്ന് ഒറ്റ ഓട്ടാണ്. ഓടി സ്റ്റെപ്പിൽ ഇറങ്ങുമ്പോൾ എല്ലാം തയാങ്കിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും സങ്കടം അവന്റെ ജീവിതത്തിൽ അവൻ സങ്കടപ്പെട്ടിട്ടേ ഇല്ല. സ്റ്റെപ്പെല്ലാം കരഞ്ഞിറങ്ങി ഓടി നേരെ വാഷ്റൂമിൽ ചെന്നിട്ട് ബാത്റൂമിൽ കയറി ഡോർ അടച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കരയാണ്. എന്തിനാ ദൈവമേ എനിക്ക് ഇത്രയും പെയിൻഫുൾ ആയിട്ടൊരു ഫീലിങ്സ് തന്നത്? ഈ 3 വർഷം ഒരു കുഴപ്പമില്ല, നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് ഞങ്ങൾ പോയത്. എനിക്ക് എന്തിനാ ദൈവമേ അവനോടൊരു ഫീലിങ്സ് തന്നത്? എനിക്ക് അവനോട് ഫീലിങ്സ് തോന്നിയതും അവന് ഒരാളെ ഇഷ്ടപ്പെടാൻ തോന്നിയതും എനിക്കറിയില്ല. ഈ വേദന എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. എൻ്റെ ഹാർട്ടെല്ലാം പൊട്ടുന്ന വേദന, എൻ്റെ നെഞ്ചെല്ലാം ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. എന്തിനാ എനിക്ക് അവനോടൊരു ഫീലിങ്സ് തന്നത് ദൈവമേ? ജെക്കെ എനിക്കുള്ളതല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ഫീലിങ്സ് തോന്നിപ്പിക്കണ്ടായിരുന്നു. ഇതെനിക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ആ ജൂനിയറിൻ്റെ അടുത്ത് ചെല്ലുന്നതനുസരിച്ച് എൻ്റെ ഹാർട്ടാണ് ഇത്ര വേദനിക്കുന്നത്. ഞാൻ എത്ര കാലം സഹിക്കുന്നത്? എനിക്ക് അവനോടൊരു ഫീലിങ്സ് ഉണ്ടെന്ന് അവനറിയില്ല. ഒരു ഫ്രണ്ടിന് മേലെ അവൻ എന്നോട് ഒരു ഫീലിങ്സും ഇല്ല. പിന്നെ എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ഫീലിങ്സ്? ഞാൻ വിചാരിച്ചിട്ട് പോലും എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പെയിൻ ഞാൻ എത്ര നാൾ അനുഭവിക്കും? അവനോടൊന്നും തുറന്നു പറയാൻ പറ്റത്തില്ല. അവൻ ചെയ്യുന്നതല്ല എന്നെ വേദനിപ്പിക്കുന്ന. ജെക്കെ നീ എനിക്കുള്ളയാണ് എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല. നീ മറ്റൊരാളോട് ക്ലോസ് ആവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഇങ്ങനെ അവൻ്റെ അടുത്ത് പോകുന്ന ഓരോ നിമിഷവും എൻ്റെ ഹാർട്ട് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയോ ജെക്കെ? നീ എൻ്റെയാണ് ജെക്കെ എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല, ഞാനൊരു നല്ല ഫ്രണ്ട് പോലും അല്ല, ഞാൻ നല്ലൊരു ലവറല്ല. ലവറാണെങ്കിൽ എൻ്റെ ഫീലിങ്സ് അവനോട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. നല്ലൊരു ഫ്രണ്ടല്ല, അവൻ്റെ സന്തോഷത്തെ എനിക്ക് കൂടെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല എന്തിനാ ദൈവമേ എനിക്ക് ഇങ്ങനൊരു ഫീലിങ്സ് ആകുന്നത്. ഈ കോളേജിൽ എത്ര ആൾക്കാരുണ്ട്. എനിക്ക് എൻ്റെ ജെക്കെ ജങ്കുക്കാട് തന്നെ ഇങ്ങനൊരു ഫീലിങ്സ് തോന്നിയത് എന്തിനാ? എന്നെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എനിക്കിത് സഹിക്കാനേ പറ്റുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ തയാങ്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ്. കുറേ നേരം കരഞ്ഞിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് പതുക്കെ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങും. മുഖം എല്ലാം കൂടെ ചുമന്ന് തുടുത്ത് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ജെക്കെയും ജിമിനും കൂടെ ആണെങ്കിൽ ഒരുമാതിരി തീരുമാനത്തിലൊക്കെ എത്തി. എന്ത് കിസ്സ? പ്ലീസ് സീനിയർ അങ്ങനെ ചെയ്യില്ല, എല്ലാരും നോക്കുന്നു സീനിയർ പ്ലീസ്. പേടിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞേ. പക്ഷെ എന്നാലും നിനക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് തരണ്ടേ? ഒരു കാര്യം ചെയ്യും, നീ എന്നും രാവിലെ ഒരു കുപ്പി ബനാന മിൽക്ക് മേടിച്ചിട്ട് ഇന്റർവെൽ ടൈം ആകുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ വരണം. അത് നിനക്കൊരു പണിഷ്മെന്റ്. അതും 1 മാസം എല്ലാ ദിവസവും വാങ്ങിച്ചിട്ട് വരണം. ഇത് കേട്ടതും ജിമിന് ഭയങ്കര ഹാപ്പിയാണ്. ചെറുതല്ല, ജസ്റ്റ് ഒരു ബനാന മിൽക്ക് മേടിച്ചു കൊടുത്തപ്പോൾ ഓക്കെ സീനിയർ ഓക്കെ. പിന്നെ ഓക്കെ ആണല്ലോ, മുടങ്ങത്തില്ലല്ലോ, മറക്കത്തില്ലല്ലോ. 1 മാസം ഡെയിലി എന്ന് രാവിലെ ഞാൻ ഓരോ മിൽക്ക് വാങ്ങിച്ചിട്ട് തരാം. ഓരോ മിൽക്ക് പോരാ, ബനാന മിൽക്ക് തന്നെ വേണം. ശരി വാങ്ങിട്ട് തരാം.
എന്നാൽ ശരി ഞാൻ പോവാ എന്ന് പറഞ്ഞ് പതുക്കെ അങ്ങോട്ട് നടന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ നിന്റെ ഫോൺ നമ്പർ ഇങ്ങനെ നമ്പറാ എന്തിന് തരാൻ പറഞ്ഞാൽ തന്നോണം. എന്തിനാന്ന് ചോദിക്കുന്നത് എന്തിനാ? നീ അഥവാ കോളേജ് വന്നില്ലെങ്കിൽ ഞാനങ്ങനെ അറിയും. പിന്നെ ഇതെൻ്റെ നമ്പർ, നീ അഥവാ വന്നില്ലെങ്കിൽ എൻ്റെ നമ്പർ വിളിച്ചു പറയണം. ഓക്കെ സീനിയർ. എന്നാ പോട്ടെ, ക്ലാസ്സിൽ പൊക്കോ. അതോ ഇനി ഇവിടെ നിന്ന് വേറെ ആരെങ്കിലും ഹഗ് ചെയ്ത് കിസ് ചെയ്യാൻ പോകണം? സീനിയർ. ശരി ശരി വിട്ടോ എന്ന് പറഞ്ഞ് ജെക്കെ നേരെ നടന്നു വന്നിട്ട് യോങ്കി എടുത്ത് നോക്കുമ്പോഴേക്കും തയാങ്കില്ല. തയാങ്ക് എന്തേ? അവനെന്തോ ഹെഡ് പെയിൻ ആണ്, വാഷ്റൂമിൽ പോവാ, ക്യാൻറ്റീനിൽ കാണുമെന്ന് പറഞ്ഞ് പോയി. ബാ നമുക്കങ്ങോട്ട് പോവാം. ശരി വേടാ. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നുപോയി. ജിമിൻ എന്നും ജെക്കയ്ക്ക് വേണ്ടി ബനാന മിൽഷേക്കുമായിട്ട് വരാന്തേ വരും. ജെക്കെ പുറത്തിറങ്ങി മിൽഷേക്ക് വാങ്ങിച്ചിട്ട് കുറെ നേരമൊക്കെ നിന്ന് സംസാരിക്കും. ഇങ്ങനെ ദിവസങ്ങളും കടന്നുപോയി അവർ രണ്ടും നല്ല കമ്പനിയായി. ഒരു ദിവസം ജിമിൻ കോളേജിൽ വരത്തില്ല, നേരെ ജെക്കിനെ ഫോൺ ചെയ്യും. ഹലോ. പറയടാ. ജിമിനാ? സീനിയർ, ഞാനിന്ന് കോളേജ് വരത്തില്ല. വരത്തില്ല? എന്താ കാര്യം? അത് പിന്നെ ഫാമിലിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഞാൻ മിൽഷേക്ക് ഹോബിയുടെ വാങ്ങിച്ചു കൊടുത്തിട്ടെ. അതൊന്നും വേണ്ട, നീ തന്നെ വാങ്ങിച്ചു തന്നാൽ മതി. പിന്നെ നാളെ വരുമ്പം ഇന്നത്തെ കൂടെ ചേർത്ത് 2 മിൽഷേക്ക് വാങ്ങിട്ട് തരണം. ഓക്കെ സീനിയർ, ബൈ. ബൈ. അങ്ങനെ ഡെയിലി മിൽഷേക്ക് വാങ്ങിച്ചു തരുന്നതും ജെക്കെയും ജിമിനും കൂടെ സംസാരിക്കുന്നതും അവർ നല്ല ഫ്രണ്ട്ലി ആയി. അവർക്കിടയിലുള്ള ഗ്യാപ്പൊക്കെ പോയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് കമ്പനിയായി. ഇവരിങ്ങനെ കമ്പനി ആകുന്നതും ജെക്കെ ജിമിന്റെ അടുത്ത് എടുക്കുന്നതും എല്ലാം തയാങ്കിന് ഭയങ്കര സങ്കടമാണ്. തയാങ്ക് പതുക്കെ ഒരു ഗ്യാപ്പ് ഇടാൻ തുടങ്ങി. ഗ്യാപ്പ് ഇടുന്നതല്ല, ജെക്കെ എന്ത് ചെയ്യും, ജിമിന്റെ കൂടെ അങ്ങ് പോകുമ്പോൾ തയാങ്ക് ഒറ്റയ്ക്കാവും. ഈ സമയത്തെല്ലാം മാറിയിരുന്ന് തയാങ്ക് കാര്യം ഇതോർത്ത് അവൻ തന്നെ വിചാരിക്കും ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും വേണ്ട, ജെക്കെ അടുത്തെല്ലാം പറയാലോ എന്ന്. എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ട് അവനൊന്നും പറയത്തുമില്ല. അവൻ തന്നെ ഡെയിലി ഇങ്ങനെ ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജെക്കെ ഡെയിലി ജിമിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നതും ജിമിൻ ഇങ്ങോട്ട് വരുന്നതും എല്ലാം കോമൺ ആയി. ഇവർ രണ്ടുകൂടെ ക്യാൻറ്റീനിൽ പോകുന്നത്, കറക്കം എല്ലാം ഫുള്ള്. കോളേജിൽ പകുതി മുക്കാലും ആൾക്കാർ ഇവര് ഡേറ്റ് ചെയ്യണോ എന്ന് വരെ പറയാൻ തുടങ്ങി. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും തയാങ്കിന് ഭയങ്കര സങ്കടമാണ്. ഹോസ്റ്റലിൽ വന്നാലും തയാങ്കിനടുത്ത് വെറുതായിട്ട് മിണ്ടത്തൊന്നുമില്ല. ഒന്നെങ്കിൽ ജിമിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ജിമിന് കോൾ ചെയ്തോണ്ടിരിക്കും. തയാങ്കിന് ഒരു പരിധി കഴിഞ്ഞിട്ട് സഹിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദിവസം തയാങ്ക് കിടന്നുറങ്ങാണ്. രാവിലെ കണ്ണുറന്ന് നോക്കുമ്പോഴേക്കും തൊട്ടടുത്ത് ജെക്കേനെ കാണുന്നില്ല. ജെക്കെ ഇതെവിടെ പോയി? രാവിലെ തന്നെ പോയാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഫ്രഷ് ആയിട്ട് നേരെ യോങ്കിയുടെ മുറി ചെന്ന് ഡോറ് കൊട്ടും. താങ്ക് യു. വേടാ, റെഡിയായോ? റെഡിയായടാ. ജെക്കെ അവൻ രാവിലെ തന്നെ കോളേജിൽ പോയല്ലോ. എന്നെ ഒന്ന് വിളിച്ച പോലും ഇല്ല. എന്നോട് പറഞ്ഞായിരുന്നു നിന്നെ കൂടെ കൊണ്ടുവരണമെന്ന്. എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ വണ്ടി കയറി നേരെ കോളേജിൽ വരും. കോളേജിൽ വന്ന് ബൈക്ക് വെച്ചിട്ട് നടക്കുമ്പോഴേക്കും ജെക്കയുടെ വണ്ടിയുടെ സൗണ്ട് വെക്കും. ഫോൺ കേട്ടത് രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ജിമിനും ജെക്കയും കൂടെ ഒന്നിച്ച് വണ്ടിയിൽ വരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട്. ജിമിനാണ് ജെക്കനെ ഹഗ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നു. ഇത് കണ്ടതും തയാങ്കിനാണെങ്കിൽ സങ്കടം വന്നിട്ട് പോയാ അവന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കാതെ പോലെ അവൻ ജിമിനെ കൊണ്ടുവരാൻ പോയതാണ് എന്ന് അറിയുമ്പോഴേക്കും തയാങ്കിന് ഭയങ്കര സങ്കടമായിട്ട് യോങ്കിയോട് പറയും, യോങ്കി എനിക്കൊരു കോള് വരുന്നു, ഞാൻ ക്ലാസ്സിൽ കാണാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് വരാതെ കൂടി ഇങ്ങനെ നടന്നു പോവാണ്. നേരെ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് കമന്ന് കിടന്ന് ഭയങ്കര കരച്ചിലാണ്. എന്തിനാ ജെക്കെ നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കിത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. എന്തിനാ വെറുതെ ജെക്കേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനല്ല ഈ ഫീലിങ്സ് ഉണ്ടാക്കിയത്. അവനറിയത്ത് പോലും ഇല്ല എനിക്കിങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്. പിന്നെ ഞാൻ അവനെ എന്തിനാ കുറ്റം പറയുന്നു? ഇങ്ങനെ പോയാൽ ശരിയാത്തില്ല. എല്ലാ കാര്യങ്ങളും ജെക്കയോട് പറയും. ഞാനിനി ജെക്കയോട് പറഞ്ഞാൽ ഞങ്ങൾക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോവോ? അവന് ജിമിനോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഞാനായിട്ട് ഇതെല്ലാം നിർത്തുന്നതാണ് നല്ലത്. ചോദിക്കാം, ഇന്ന് എന്ത് വന്നാലും ജെക്കയോട് ചോദിക്കാം, ജെക്കയ്ക്ക് ജിമിനോട് ഫീലിങ്സ് ഉണ്ടോന്ന്. ഇന്ന് എന്ത് വന്നാലും ജെക്കയ്ക്ക് ജിമിനോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോന്ന് ചോദിക്കണം. അവൻ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട, നമ്മളെല്ലാം നിർത്തിയേക്കാന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മുടെ തയാങ്ക് ഇരിക്കുന്നത്. തയാങ്ക് ഇങ്ങനെ ബെഞ്ചിരുന്നിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തോട്ട് ഇങ്ങനെ ജനാലെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ജെക്കയും യോങ്കിയും കൂടെ ക്ലാസ്സിലോട്ട് കയറി വരും. തയാങ്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ ചുമന്ന് മൂക്കൊക്കെ ചുമന്ന് ഇങ്ങനെ ഒരുമാതിരി വല്ലാത്ത അവസ്ഥ ഇരിക്കുന്ന കാണുമ്പോഴേക്കും ജെക്ക നേരെ ഓടി വന്ന് എടുത്തുകൊണ്ടിരിക്കും. തയാങ്കി എന്തോ എനിക്ക് മുഖമെല്ലാം ചുമന്നിരിക്കുന്ന, എന്തെങ്കിലും പനിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് മുഖത്തും തലയിലൊക്കെ കൈവച്ച് നോക്കും. ഒന്നുമില്ല ജെങ്ക, എനിക്ക് വല്ലാത്തൊരു തലവേന. നിനക്ക് എന്തോ ഈയിടെയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, വല്ലാത്ത എന്തോ ഒരുമാതിരി ബുദ്ധിമുട്ട്.
ബാബാ നീ നിൽക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞ തയാങ്ക് നേരെ എഴുന്നേറ്റ് അങ്ങ് നടന്നു പോകും. യോങ്കിയും ജേക്കയും കൂടെ നേരെ ബെഞ്ചിലിരിക്കുക. ജേക്ക കൊണ്ട് തന്നെ തയാങ്കിന് എന്തോ ഈയിടെയായിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. എനിക്കും തോന്നുന്നു എന്തോ ഒരു പ്രശ്നം ഉണ്ടാ അവൻ പറയാത്തെ. കാരണം ഒരു ദിവസം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അവൻ്റെ ഏതോ ഒരു ഫ്രണ്ടിനാണെന്ന്. നല്ലപോലെ അറിയാവുന്ന ആരോ അടുത്ത് വരുമ്പോൾ ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുന്നു, അയാളുടെ വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുന്നു. അത് എന്താണ്? ഞാൻ പറഞ്ഞ് ജലസ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രണയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് അവൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇനി അവൻ്റെ ഫ്രണ്ടിനാണോ അത് അവനാണോ എന്നറിയത്തില്ല. അവനങ്ങനെ ഫ്രണ്ടിനായിരിക്കൂടാ, അവനങ്ങനൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അവൻ നമ്മളോട് പറയത്തില്ലേ? അറിയത്തില്ല. പക്ഷെ അവൻ അങ്ങനെ ചോദിച്ചതിന് ശേഷം തൊട്ടാണ് അവൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ ഒരു ചേഞ്ച്. ഇനി അവൻ ആരെങ്കിലും ഇഷ്ടമാണോ എന്നും അറിയത്തില്ല. പോടാ, അവനങ്ങനെ ആരെങ്കിലും ഇഷ്ടമാണ് അവൻ ഉറപ്പായിട്ട് നമ്മുടെ അടുത്ത് പറയത്തില്ലേ? നമ്മുടെ അടുത്ത് പറയും. നീ ഒരു കാര്യം ചെയ്യ്, നൈസായിട്ട് അവനെ വിളിച്ചോണ്ട് പോയിട്ട് ചോദിക്കുക, നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ, എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. നീ ചോദിച്ചാൽ അവൻ പറയും അവൻ്റെ ജങ്കൊക്കെ അല്ലേ, ചോദിച്ചു നോക്ക്. വരട്ടെ, ഞാൻ ചോദിക്കാം. അങ്ങനെ ടൈമെല്ലാം സ്കിപ്പായി. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ജേക്കയും യോങ്കിയും തയാങ്കും കൂടെ ക്യാൻറ്റീനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. 3 പേരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. തയാങ്ക് അധികം സംസാരിക്കുന്നൊന്നുമില്ല. ഇവർ പറയുന്നതിനെല്ലാം ചിരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്കും യോങ്കി എന്ത് ചെയ്യും, ഞാൻ പോയി മിൽക്ക് ഷേക്ക് വാങ്ങിച്ചോണ്ട് വരാന്നുള്ള എഴുന്നേറ്റ് അങ്ങോട്ട് പോകും. പോയിട്ട് ജേക്കനെ കണ്ണുകൊണ്ട് കാണിക്കും, നീ ചോദിക്ക്, തയാങ്കിന്റെ അടുത്ത് ചോദിക്കുക എന്നുള്ള രീതിയിൽ. ജേക്ക ഉടനെ ഓക്കെ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. തയാങ്കാണെങ്കിൽ ഒന്നും മിണ്ടാതെ തല ഇങ്ങനെ താട്ട് കുനിഞ്ഞ് ഒരുമാതിരി സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. അവൻ മനസ്സിലോർക്കുന്നത് ജേക്കയോട് ചോദിച്ചാലോ, അവന് ജിമിന്റെ അടുത്ത് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോന്ന്. അങ്ങനെ ഫീലിങ്സ് ഉണ്ടോന്ന് അറിയുകയാണെങ്കിൽ പിന്നെ നമ്മളായിട്ട് അവർക്കിടയിൽ ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ. എന്റെ മനസ്സിൽ നിന്ന് ഈ പെയിൻ മാറ്റാം. അവനെ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ ഈ ഫീലിങ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് കാര്യമില്ലല്ലോ. ജേക്കയോട് ചോദിച്ചാലോ. ഇതേ സമയം ജേക്ക് തയാങ്കിനോട് ചോദിച്ചാലോ, അവനെന്താ പ്രശ്നം, ഇനി അവന് മറ്റാരോടെങ്കിലും എന്തെങ്കിലും ഇഷ്ടമുണ്ടോ, ഇങ്ങനെ ഒരുമാതിരി മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന എന്താ എന്നിങ്ങനെ ചോദിച്ചാലോ, 2 പേരും പരസ്പരം ചോദിച്ചാലോ എന്നിങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് നമ്മുടെ ഹോബിയും ജിമിനും കൂടെ അങ്ങോട്ട് വന്നിട്ട് വേറൊരു ടേബിളായിരിക്കും. ഹോബിനെയും ജിമിനെയും കണ്ടതും ജേക്ക് കൊണ്ടേനെ നേരെ എഴുന്നേറ്റ് ജിമിന്റെ അടുത്ത് പോയിരുന്നിട്ട് അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തൊക്കെയോ സംസാരിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇവർ രണ്ടും കൂടി ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോഴേക്കും ഭയങ്കര സങ്കടമായിട്ട് ജേക്കിനെ തന്നെ നോക്കി ഒരുമാതിരി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അടുത്ത് ടൈം പോലും ഇല്ലല്ലോ ജേക്കെ, കുറച്ചു നേരം പോലെ എൻ്റെ കൂടെ ഇരിക്കാൻ, വേറൊന്നും വേണ്ട, നീ പഴയ ഫ്രണ്ടായിട്ടെങ്കിലും എൻ്റെ അടുത്ത് ഇരുന്നാൽ മതിയായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ലടാ, ഭയങ്കര സങ്കടം. നീ എൻ്റെ ആരും ഇല്ലാത്ത പോലെ, നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന പോലെ. ഇപ്പൊ തന്നെ ഈ ക്യാൻറ്റീനിൽ എത്രയോ പേരുണ്ട്. കുറച്ച് കഴിയുമ്പോൾ യോങ്കി വന്ന് എൻ്റെ അടുത്തിരിക്കും. പക്ഷെ ഇത്ര ആൾക്കാരുണ്ടെങ്കിലും നീ എൻ്റെ അടുത്തുനിന്ന് പോയപ്പോഴേക്കും ഞാൻ ഭയങ്കര തനിച്ചായ പോലെ. നീ എനിക്ക് ഒരിക്കൽ പോലും അവൻ തനിച്ചായി പോകുമെന്ന് തോന്നുന്നില്ലല്ലോടാ. തിരിഞ്ഞ് നിനക്ക് എന്നെ ഒന്ന് നോക്കാൻ പോലും തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴത്തെയും പോലെയാണ് നമ്മുടെ തയാങ്ക് ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. മൂക്കൊക്കെ ചുമന്ന് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുന്ന കറക്റ്റ് സമയത്ത് യോങ്കി അങ്ങോട്ട് വരും. തയാങ്ക്, എന്നാ നിന്റെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എവിടെ? ജേക്കെ എന്തി? ജേക്കെ ജിമിൻ പോയോ? ഇവർ തമ്മിൽ ഇനി എപ്പോഴാണോ ഒന്ന് സെറ്റാകുന്നത്? എനിക്ക് തോന്നുന്നത് ഉടനെ സെറ്റാവുന്നടാ. നോക്കിയേ, ജിമിൻ ജേക്കനെ നോക്കുന്ന ഒരു നോട്ടം കണ്ടില്ലേ? അവർക്കിടയിൽ എന്തോ ഒരു സംഭവം ഉണ്ട് അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നത്. അവർക്കിടയിൽ എന്തോ ഒന്നുണ്ട്. അവരുടെ നല്ല ചേർച്ചയുണ്ടല്ലേ? നല്ല ചേർച്ചയുണ്ടടാ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ, നിങ്ങൾ രണ്ട് സെറ്റാവുന്ന. എന്തായെങ്കിൽ ആടാ, ശരിക്കും ഞാൻ വിചാരിച്ചത് ജേക്കയ്ക്ക് നിന്നോട് എന്തോ ഫീലിങ്സ് ഉണ്ടെന്ന. കാര്യം നിന്നെ ആരും പ്രപ്പോസ് ചെയ്യാൻ അവൻ സമ്മതിക്കത്തില്ല. ഹോബിയുടെ കാര്യത്തിൽ തന്നെ അവനാണ് നിന്നെ നോക്കുന്നതേ ജേക്കയ്ക്ക് ഇഷ്ടമല്ല. എപ്പോഴും അവനിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും ഹോബിക്ക് എന്തെങ്കിലും പണി കൊടുക്കണം. തയാങ്കിന്റെ മേലെ ഭയങ്കരമായിട്ട് ഇതാണ്. ഞാൻ വിചാരിച്ച അവൻ നിന്റെ കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നത്തില്ല. അവനൊരു ഫ്രണ്ടായിട്ടേ എന്നെ കാണുന്നുള്ളൂ. അവനൊരു ഫ്രണ്ടായിട്ടേ നിന്നെ കാണുന്നുള്ളൂ എന്ന് പറയുമ്പം നീ അവനെ ഫ്രണ്ടിന് മേലെ കാണുന്നുണ്ടോ? എന്താ യോങ്കി നീ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങനെ ആരോടും വലിയ ഫീലിങ്സ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അതാണ്. ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് യോങ്കി എന്ത് ചെയ്യും, ജേക്കനെ വിളിക്കും. ജേക്കെ, നിന്റെ ബനാന മിൽക്ക് ഷേക്ക് ബാ. ഇത് കേട്ട ജേക്കെ ജിമിൻ്റെ അടുത്ത് ബായി പറഞ്ഞിട്ട് നേരെ വന്നിട്ട് തയാങ്കിൻ്റെയൊക്കെ കൂടെ വന്നിരിക്കും. എന്നിട്ട് കാഷ്വലായിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ജിമിനും ഹോബിയും ജ്യൂസൊക്കെ കുടിച്ചിട്ട് ക്ലാസ്സിലോട്ട് പോകാൻ വേണ്ടി വരുക. നേരെ ജേക്കെ എടുത്ത് വന്നിട്ട്, ജങ്ക, ഞാൻ ക്ലാസ്സിൽ പോവാം,
ഇത് കേട്ടതും തയാങ്കിന് ഷോക്കായിട്ട് നേരെ ഇങ്ങനെ ജെക്കേനെ നോക്കും. കാരണം ജെക്കേനെ എപ്പോഴും ജങ്കുക്കാന്ന് വിളിക്കുന്നത് തയാങ്ക് മാത്രമാണ്. ഇപ്പൊ ജിമിനും അങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ഒരുമാതിരി കണ്ണൊക്കെ നിറഞ്ഞിട്ട് രണ്ടുപേരെ മാറി മാറി ഇങ്ങനെ നോക്കൊണ്ടിരിക്കണം. ശരിയടാ, യൂങ്കി ഉടനെ നീയും ജങ്കുക്കാന്നാണ് വിളിക്കുന്നത്, ഞങ്ങളെ തയാങ്കും ജങ്കുക്കാന്നാണ് വിളിക്കുന്നത്. ആ ജെക്കെ എന്നോട് പറഞ്ഞത് ജങ്കുക്കാന്ന് വിളിച്ചാൽ മതി, ഞാൻ അങ്ങനെ വിളിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണെന്ന്. ജെക്കെ പറഞ്ഞിട്ടാണ് ജിമിൻ അങ്ങനെ വിളിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തയാങ്കിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഇപ്പൊ കരയെന്നുള്ള രീതി ഇരിക്കുകയാണ്. കാരണം ജെക്കെ പറഞ്ഞതിനർത്ഥം ജിമിൻ വിളിക്കുമ്പോൾ ഒരു ഫീല് തയാങ്ക് വിളിക്കുമ്പോൾ അവൻ ആ ഫീല് കിട്ടുന്നില്ല എന്നല്ല. ആ ഒരു വാക്കിൽ നിന്ന് തന്നെ തയാങ്കിന് മനസ്സിലായി ജെക്കെ നമ്മളെ ജസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത്, ജിമിനോട് അവൻ എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട് എന്ന്. ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ ജിമിൻ ജങ്കുക്ക അതാ ഞാൻ പോട്ടെ ചൊല്ല് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ജിമിനെ നോക്കി കൈ ഇങ്ങനെ ടാറ്റ കാണിച്ച് ചിരിച്ചിരിക്കുകയാണ്. ജിമിന് ക്യാൻറ്റീനെ വിട്ട് ഇറങ്ങി പോകുന്നത് വരെ ജെക്കെ ഇങ്ങനെ അവനെ തന്നെ നോക്കിക്കാണ്. ഇത് കണ്ടിട്ട് രോങ്കി അളിയാ എന്താടാ ഒരു പ്രേമം മുഴക്കുന്നുണ്ടല്ലോ ഇവിടെ, നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ അങ്ങ് പ്രപ്പോസ് ചെയ്തോളെ. യോങ്കി എനിക്കങ്ങനൊന്നും ഇല്ല. നിനക്കങ്ങനൊന്നും ഇല്ലെന്നോ, നിന്റെ കളിയെല്ലാം കണ്ടാലേ അറിയാലോ നിനക്ക് അവനെ ഇഷ്ടമാണെന്ന്. എനിക്കവനെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. അതിന് മറ്റൊരു ഫീലിങ്സ് ആണോ എന്ന് എനിക്കറിയില്ല, എന്തോ എനിക്കവനെ ഒരുപാട് ഇഷ്ടമാണ്. ഇതെല്ലാം കേട്ടിട്ട് തയാങ്ക് ഒരു അക്ഷരം മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അവന് മനസ്സിലായി ജെക്കയ്ക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്, ഇനി വെറുതെ നമ്മൾ ജെക്കയുടെ ഒരു ഫീലിങ്സ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ടൈമൊക്കെ സ്കിപ്പായി. അന്ന് നൈറ്റ് ജെക്കയും തയാങ്കും കൂടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജെക്കെ എപ്പോഴത്തെ പോലെ തന്നെ ജിമിനെ ഫോൺ ചെയ്ത് ഇങ്ങനെ വെട്ടിയിരിക്കുകയാണ്. തയാങ്ക് തൊട്ടിപ്പുറത്തിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും തയാങ്കിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരും. ഇത് കണ്ടതും കാഷ്വൽ ആയിട്ട് വാട്സപ്പ് മെസ്സേജ് അല്ലേ, വോയിസ് ആണ്. തയാങ്ക് ആണെങ്കിൽ നേരെ അങ്ങ് പ്ലേ ചെയ്യും. ഇത് ഒച്ചത്തിലാണ് കേൾക്കുന്നത്. ഹായ് തയാങ്കി, ഐ മിസ് യു സോ മച്ച്. നീ ഭയങ്കര സാഡായിട്ടാ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ആ സാഡ്നെസ് ഒക്കെ മാറ്റാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഞാൻ നിന്റെ അടുത്തോട്ട് വരും. വെയിറ്റ് ആൻഡ് സീ. ഈ വോയിസ് കേട്ടതും തയാങ്കിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരും. ജെക്കെ കോൾ ചെയ്യുകയാണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് ജെക്ക് ഒരുമാതിരി തയാങ്കിനെ ഇങ്ങനെ നോക്കും. ഇനി യോങ്കി പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ഇവൻ ആരെങ്കിലും ഇഷ്ടമാണോ എന്നുള്ളൊരർത്ഥത്തിൽ ജെക്കെ ഇങ്ങനെ നോക്കും. ഈ മെസ്സേജ് കണ്ടതും തയാങ്കി ഭയങ്കര ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങും. ജെക്കെ ഇത് ആരായിരിക്കും ഇവന് മെസ്സേജ് അയച്ചത് എന്നുള്ള രീതിയിൽ അതാലോചിച്ച് ജെക്കെയും കിടന്നുറങ്ങും. അങ്ങനെ ടൈമൊക്കെ സ്കിപ്പായി. പിറ്റേ ദിവസം രാവിലെ എപ്പോഴത്തേം പോലെ തന്നെ 3 പേരും കോളേജിൽ വന്ന് ക്യാൻറ്റീനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജെക്കെയാണ് ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടത് ഉടനെ യോങ്കി വയ്ക്കും. എന്ത് പറ്റി ജെക്കെ, ഭയങ്കര കലിപ്പായിട്ടിരിക്കുന്നല്ലോ രാവിലെ തന്നെ, ജിമിനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല, പിന്നെ നമുക്കൊരു ഷേക്ക് വരണമല്ലോ. യോങ്കി നിനക്കെന്താ വേണ്ടേ? എനിക്ക് പിസ്ത. തയാങ്കി നിനക്കോ? ഇത് കേട്ട ഈ യോങ്കി ഉടനെ ചാടിക്കയറി പറയും, അവനെന്താ വേണ്ടത് നിനക്കറിയത്തില്ലേ, അവന് എപ്പോഴും വേണ്ടത് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് അല്ലേ. ഓ ഇവന് സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ് ഇഷ്ടം, എനിക്കറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ജെക്കെ ഇത് പറയുന്നത് വെച്ചാൽ ഇന്നലെ ആ വോയിസ് വന്നതിൻ്റെ ഒരു ചെറിയ കലിപ്പ്. ജെക്കയ്ക്ക് ഓൾറെഡി തയാങ്ക് ആരുമായിട്ടും അത്രയ്ക്കും മിങ്കിളാകുന്നൊന്നും ഇഷ്ടമല്ല. അപ്പം ആ ഒരു കലിപ്പിലാണ് പറയുന്നത് എനിക്കറിയത്തില്ല എന്ന്. ഇത് കേൾക്കുമ്പം തയാങ്കിന് ഭയങ്കര സങ്കടമായിട്ട് ജെക്കേനെ ഇങ്ങനെ നോക്കും. ഓ എനിക്ക് ഇതാ ഇഷ്ടമെന്ന് പോലും നിനക്കറിയത്തില്ലല്ലേ എന്ന്. ജെക്കെ എന്നിട്ട് നേരെ എഴുന്നേറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോഴേക്കും ജെക്കയുടെ ഫോൺ ടേബിളിൽ ഇരിക്കുക. ജെക്കയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യും. നോക്കുമ്പോഴേക്കും ജിമിനാണ് വിളിച്ചിരിക്കുന്നത്. കോളിൽ പിക്ക് ഇട്ടിരിക്കുന്നത് വെച്ചാൽ ജിമിൻ ജെക്കേനെ കിസ് ചെയ്യുന്ന ഒരു പിക്ക്, അതായത് കവളിൽ ഇങ്ങനെ കിസ് ചെയ്യുന്ന ഒരു പിക്കാണ് വാൾപേപ്പർ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടത് യോങ്കിയും തയാങ്കും ഒരേപോലെ തന്നെ ഷോക്കാവും. ഇവരിനി സീക്രട്ട് ആയിട്ട് ഡേറ്റ് ചെയ്യാണോ എന്നുള്ള രീതിയിൽ. യോങ്കിക്ക് ഷോക്കേ ഉള്ളൂ, പക്ഷെ തയാങ്കിന് ഇത് കണ്ടതും ഭയങ്കര സങ്കടമാവും. എന്റെ ഹാർട്ടിനൊക്കെ ഭയങ്കര വേദനയാണ്, പിച്ചാത്തി ഇറക്കുന്ന പോലത്തെ വേദന, ഒന്ന് കരയാൻ പോലും പറ്റത്തില്ല. ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് മുഖമൊക്കെ ചുമന്ന് കണ്ണൊക്കെ ചുമന്ന് മൂക്കൊക്കെ അടഞ്ഞ് ഒരുമാതിരി തലയൊക്കെ പൊട്ടിക്കിരുന്ന വേദനയോടുകൂടി, കാരണം കരഞ്ഞു തീർക്കാൻ പറ്റുന്നില്ലല്ലോ സങ്കടം. അങ്ങനെ ഒരുമാതിരി വിങ്ങി പൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതി. പെട്ടെന്ന് എഴുന്നേറ്റ് പോയാൽ എല്ലാവരും ചോദിക്കത്തില്ല എവിടെ പോവാണെന്ന്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആപ്പാടുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ജെക്കെ എടുത്ത് ഒന്ന് സംസാരിക്കാം, എനിക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ അവൻ എന്താ പറയുന്നത് എന്ന് അറിയാന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നത്. ഈ ഒരു പിക്കും കൂടെ കണ്ടപ്പോൾ ഉറപ്പായിട്ട് അവർക്കിടയിൽ എന്തോ സീക്രട്ട് ആയിട്ട് ഉണ്ടെന്ന് മനസ്സിലാവും. തയാങ്കിനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. സങ്കടം കൊണ്ട് വയ്യെന്ന് വെച്ചാൽ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ തലയെല്ലാം പൊട്ടുന്നു, കണ്ണെല്ലാം നിറഞ്ഞൊരു പരുവാവും. ഇങ്ങനെ ഒരുമാതിരി വല്ലാതിരിക്കുമ്പോഴാണ് ജെക്കെ തിരിച്ചു വരും ജ്യൂസൊക്കെ ആയിട്ട്. കോൾ റിങ് ചെയ്യുന്ന കണ്ടത് നേരെ എടുത്തിട്ട്, ഹലോ ജിമിനാ, ക്യാൻറ്റീനിലുണ്ട്, നീ ഇങ്ങോട്ട് വാ. ശരി
എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കും. ഫോൺ വെച്ചിട്ട് തിരിഞ്ഞിട്ട് ക്യാൻറ്റീനിലുള്ള ആളോട് പറയും, ആ ചേട്ടാ ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് കൂടെ. ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും തയാങ്കിന് ഭയങ്കര സങ്കടമാണ്. കാരണം ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തത് ജിമിനാണെന്നറിയാം. എനിക്കിഷ്ടമുള്ളത് സ്ട്രോബെറി ആണെന്നറിയില്ല, പക്ഷെ ജിമിന് ഇഷ്ടമുള്ളതൊക്കെ അറിയാം. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് പോലും എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് തയാങ്കിനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. ഓൾറെഡി ഈ പിക്ക് കണ്ടത്, പിന്നെ ഇപ്പൊ ഷേക്കിന്റെ കാര്യം പറഞ്ഞത്, ഇതെല്ലാം കൂടെ കേട്ട് ഭയങ്കര സൈലന്റ് ആയിട്ട് ഇങ്ങനെ മിണ്ടായിരിക്കാണ്. ജേക്ക് ഉടനെ ഡാ യുങ്കി, സ്പോർട്സ് ഡേ ഒക്കെ അല്ല വരുന്നത്, പിള്ളേർക്കൊക്കെ ഇനി നല്ല പ്രാക്ടീസൊക്കെ കൊടുക്കണം, എങ്ങനെയെങ്കിലും കപ്പടിക്കണം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ജിമിനും നിന്റെ കൂടെ ടീമിലല്ലേ, നീ നല്ല പ്രാക്ടീസൊക്കെ കൊടുക്കുമായിരിക്കും, എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ജേക്കനായിട്ട് ഓടിച്ചോണ്ടിരിക്കുകയാണ്. യുങ്കി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന കറക്റ്റ് സമയത്ത് ജിമിൻ അങ്ങോട്ട് വരും. ജങ്കുക്ക. ജിമിൻ വന്നത് ജേക്ക ഉടനെ യുങ്കി എടുത്ത് പറയും, നീ അപ്പുറത്തെ തയാങ്കിന്റെ അടുത്ത് പോയിരിക്കുന്നു പറഞ്ഞിട്ട് ജിമിനെ പിടിച്ച് ജേക്കയുടെ അടുത്തിരുത്തും. തയാങ്കിനതൊക്കെ കണ്ടിട്ടൊന്ന് തല ഉയർത്തി നോക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര സങ്കടമായിട്ട് എങ്ങാനും നോക്കിയാ കരഞ്ഞു പോയാലോ, മൊത്തത്തിൽ എല്ലാം കൂടെ ആയിട്ട് അവന് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ്. തയാങ് ഇങ്ങനെ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് കണ്ടതും ജിമിൻ, സീനിയറിന് ഇത് എന്താ പറ്റി ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല ജിമിന, എനിക്ക് തലയ്ക്ക് ഭയങ്കര വേദന, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ഓ, ഹോസ്പിറ്റലിലൊന്നും പോയില്ലേ? ആ ഇറ്റ്സ് ഓക്കെ, ഇത് കുഴപ്പമില്ല, കുറച്ചു നേരം ഉറങ്ങിക്കഴിയുമ്പോൾ മാറും. ജേക്ക് കൊണ്ട് തന്നെ ജിമിന് മേടിച്ച് ചെയ്യുന്ന ജ്യൂസ് എടുത്ത് കൊടുത്തിട്ട്, ജിമിന ഇന്ന് വ്യാഴാഴ്ചയല്ലേ, നാളെ വെള്ളി, ശനി ഞായറും കോളേജ് ലീവല്ലേ, നീ ഒരു കാര്യം ചെയ്യും, നാളെ കോളേജ് വരുമ്പോഴേക്കും നിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. ഡ്രസ്സൊക്കെയോ? എന്തിനാ ജങ്കുക്ക? ശനി ഞായറും നീ ഹോസ്റ്റലിൽ വന്ന് നിൽക്ക്, നമുക്ക് അടിച്ചു പൊളിക്കാം. ഹോസ്റ്റലാ? അതൊന്നും പറ്റത്തില്ല ജങ്ക, വീട്ടിൽ സീനാവും. എന്ത് സീനടാ, എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറയേ. അതൊന്നും ശരിയത്തില്ല. അത് തന്നെയല്ല, ഹോസ്റ്റലിൽ പുറത്തുനിന്നുള്ള ആൾക്കാരെ താമസിപ്പിക്കും? പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും താമസിക്കത്തൊന്നുമില്ല, പക്ഷെ നീ വാ. ഇത് കേട്ടത് ഉടനെ യുങ്കി, അത് കൊള്ളാം ജിമിൻ, നീ വരുന്നെങ്കിൽ വാ, നല്ല രസമാണ്. പുറത്തുനിന്നുള്ള ആൾക്കാരെ ഒന്നും താമസിപ്പിക്കത്തില്ല, പക്ഷേ വാർഡൻ അങ്ങനെ കണ്ടുപിടിക്കത്തൊന്നും ഇല്ല, ഏതെങ്കിലും പിള്ളേരാന്ന് വിചാരിച്ചോളും. പിന്നെ പിള്ളേരെ കണ്ടുപിടിക്കും, നമ്മൾ സീനിയേഴ്സ് അല്ലേ, അതൊന്നും സീനില്ല, നീ വാ, നമുക്ക് അടിച്ചു പൊളിക്കാം. ഞാനെന്തല്ല ജങ്ക, എനിക്കങ്ങ് വയ്യ. ജിമിന, വരാൻ പറഞ്ഞാൽ വന്നോണം, നീ വരും. ജങ്കുക്ക വാടാ. ഞാൻ വരുന്നെന്ന് വിചാരിച്ചോ? ഞാൻ എവിടെ കിടക്കും? നിങ്ങൾ രണ്ടുപേരല്ലേ റൂമിലുള്ളൂ, 2 കട്ടിലല്ലേ ഉള്ളൂ, അതും സിംഗിൾ കട്ടിലല്ലേ, പിന്നെ ഞാൻ എവിടെ കിടക്കും? അതിനിപ്പോ എന്താ, നീ വാ, നിനക്ക് എൻ്റെ കൂടെ കിടക്കാം, നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാം. ഇത് കേട്ടതും തയാങ്ക് തീർന്ന്, തയാങ്ക് ഭയങ്കര ഷോക്കായിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണൊക്കെ ചുമന്ന് നേരെ ജേക്കിനെ ഒരു നോട്ട. ഈ കറക്റ്റ് സമയത്ത് ജേക്ക തയാങ്കിനെ നോക്കും. തയാങ്കിന്റെ ആണെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ജേക്കിനെ നോക്കും. ജേക്ക് ഒരുമാതിരി തയാങ്കിനെ നോക്കും. രണ്ടുപേരും ഒന്നും ഇടത്തില്ല, സൈലന്റ് ആയിട്ട് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തയാങ്കി. ഈ സൗണ്ട് കേട്ടത് 4 പേര് ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കും.